ആലപ്പുഴയിലെ പള്ളിപ്പുറം എന്ന ഗ്രാമവും കർണാടകയിലെ ധർമ്മസ്ഥലയും തമ്മിൽ 500 കിലോമീറ്ററോളം ദൂരമുണ്ട്. എന്നാൽ ഈ രണ്ട് പ്രദേശങ്ങൾക്കും കുറേ സമാനതകൾ കാണാം. ആകെ നിഗൂഢതകൾ നിറഞ്ഞ സ്ഥലം, നിരപരാധികളായ ഒട്ടേറെ സ്ത്രീകളുടെ ചോര വീണ മണ്ണ്. ന്യൂസ് 18 വാർത്താ സംഘം ധർമ്മസ്ഥലയിലും പള്ളിപ്പുറത്തും എത്തുമ്പോൾ അടിമുടി ദുരൂഹതകൾ മാത്രം. അവിടെ നിന്ന് ഞങ്ങൾ തുടക്കമിട്ട അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം 2 പതിറ്റാണ്ടുകൾക്കിടെ കുഴിച്ചുമൂടിയ രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്നു. ചേർത്തലയിൽ 2 സ്ത്രീകളുടെ മാത്രം തിരോധാന കേസ് അന്വേഷിച്ച പോലീസിന് കൂടുതൽ കേസുകളിൽ തുമ്പുണ്ടാക്കിയത് ഞങ്ങളുടെ റിപ്പോർട്ടർ ശരണ്യ സ്നേഹജൻ്റെ അന്വേഷണ വഴികളാണ്. സെബാസ്റ്റ്യൻ്റെ വീട്ടുവളപ്പിലും സമീപ പ്രദേശങ്ങളിലുമായി റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നിർണായക സ്പോട്ടുകൾ കണ്ടെത്തുന്നു. മണ്ണ് നീക്കം ചെയ്തുള്ള തിരച്ചിലിൽ 4 തിരോധാന കേസുകളുടെയും ചുരുളഴിയുമോ? ഇതോടൊപ്പം പ്രേത കഥകളെപ്പോലും വെല്ലുന്ന ഭീതിപ്പെടുത്തുന്ന വിവരങ്ങളാണ് ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരകളിലും പുറത്തു വരുന്നത്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ആലപ്പുഴ പള്ളിപ്പുറത്തെ 2.5 ഏക്കറോളം പരന്നുകിടക്കുന്ന പുരയിടം. കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പോലീസിൻ്റെ അന്വേഷണം. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയെ കാണാതായ കേസ് അന്വേഷിച്ച പോലീസ് ഇപ്പോൾ 4 സ്ത്രീകളുടെ തിരോധാനത്തിന് പിന്നാലെയാണ്. ജൈനമ്മയ്ക്കും ബിന്ദു പത്മനാഭനും പുറമെ ഐഷയെയും സിന്ധു എന്ന ബിന്ദുവിനെയും കുറിച്ച് ന്യൂസ് 18 വാർത്താ സംഘത്തിൻ്റെ ചില സംശയങ്ങളിൽ നിന്നാണ് പോലീസിന് തുമ്പ് ലഭിച്ചത്. അതോടെ റഡാർ ഉപയോഗിച്ച് സെബാസ്റ്റ്യൻ്റെ വീട്ടുവളപ്പിലെ തെരച്ചിലിന് ശേഷം അന്വേഷണ സംഘത്തിൻ്റെ അപ്രതീക്ഷിത നീക്കം. ന്യൂസ് 18 തെളിച്ച വഴിയിലൂടെ മുൻ പെൺസുഹൃത്തിൻ്റെ പുരയിടത്തിലും പരിശോധന. 2 പതിറ്റാണ്ടിനിടെ കുഴിച്ചുമൂടിയ രഹസ്യങ്ങൾ അന്വേഷണ സംഘത്തിന് പുറത്തെത്തിക്കാൻ കഴിയുമോ? അരുംകൊല ചെയ്യപ്പെട്ടത് എത്ര സ്ത്രീകളാണ്? പള്ളിപ്പുറത്തെ വില്ലൻ സെബാസ്റ്റ്യൻ മാത്രമാണോ? സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് തിരോധാനം നടന്നുവെന്ന് സംശയിക്കുന്ന 4 കേസുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നടന്നത്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലായിരുന്നു. അവിടെ എത്തിയ NCA സംഘം റഡാറുകൾ ഉപയോഗിച്ച് ഉള്ള പരിശോധനയാണ് നടത്തിയത്. വീടിനകത്തും പുരയിടത്തും സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ സ്പോട്ട് ചെയ്യപ്പെട്ട ഇടങ്ങൾ പിന്നീട് പരിശോധിച്ചു. അത്തരത്തിൽ 5-6 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിശോധനയിലൂടെയാണ് ഓരോ നിമിഷവും ഇവിടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഉച്ചവരെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള ആ പുരയിടവും പരിസരവും പരിശോധിച്ചു. അതിൽ തന്നെ NCA സംഘം പല സ്പോട്ടുകളും ഐഡന്റിഫൈ ചെയ്തു. അവിടെ JCB ഉപയോഗിച്ച് കുഴിച്ചുള്ള പരിശോധനകൾ അടക്കം നടന്നിരുന്നു. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് റോസമ്മയുടെ വീട്ടിലേക്ക്, അതായത് നമുക്കറിയാം ഈ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് 2012 ഐഷ എന്ന സ്ത്രീയെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള തിരോധാനത്തിൽ നിർണായകമായ വെളിപ്പെടുത്തൽ ന്യൂസ് 18 നടത്തിയത് റോസമ്മയാണ്. അവർ പറഞ്ഞത് ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതാണ്. വീടിന്റെ രജിസ്ട്രേഷന് തൊട്ട് മുൻപത്തെ ദിവസമാണ്, പണം ആവശ്യമുള്ള ദിവസമാണ് ഐഷയെ കാണാതായത്. സെബാസ്റ്റ്യന്റെ അടുത്ത് പണം ചോദിക്കാനായി പോയി ഐഷയെ അപായപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നുള്ള നിർണായകമായ വിവരങ്ങൾ അവർ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അത്തരം കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും റോസമ്മ സംശയത്തിന്റെ നിഴലിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അവർ പറയുന്ന പല കാര്യങ്ങളും അത് പല രീതിയിൽ ചേർന്ന് പോകാത്തതായിരുന്നു എന്നുള്ളതാണ്. അതോടെ അന്വേഷണ സംഘം ഉച്ചയ്ക്ക് ശേഷം റോസമ്മയുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. റോസമ്മയുടെ അവിടെ 40 സെന്റോളം പുരയിടം വരും. ആ കാട് പിടിച്ചു കിടക്കുന്ന പുരയിടത്തിലെ കോഴി ഫാം ഉൾപ്പെടെയുള്ള ഇടങ്ങൾ NCA സംഘം പരിശോധിച്ചു. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള 5 മീറ്റർ താഴ്ചയിൽ വരെയുള്ള എന്തെങ്കിലും അസ്വാഭാവികമായത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള NCSSലെ ഉദ്യോഗസ്ഥർ, എൽദോയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശോധന നടത്തിയത്.
ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ടായിരുന്നു റോസമ്മയുടെ വീട്ടിൽ തെരച്ചിൽ നടത്തിയത്. തിരച്ചിൽ NCSന്റെ സംഘം ക്രൈംബ്രാഞ്ച് സംഘവുമായി ചേർന്ന് ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് സംഘവുമായി ചേർന്ന് തിരച്ചിൽ നടത്തുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ റോസമ്മയെ ചേർത്തല പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം, ചേർത്തല സിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. അവരിൽ നിന്ന് വിശദാംശങ്ങൾ അവർ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിൽ വിപുലമായ ഒരു അന്വേഷണമാണ് പല ഘട്ടങ്ങളിലായി നടന്നത്. ആദ്യഘട്ടത്തിൽ 2006 ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയെ കാണാതായ കേസ്, അതാണ് ഇപ്പോഴും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് NCSന്റെ റഡാർ സംവിധാനം ഉൾപ്പെടെയുള്ള പരിശോധനയ്ക്കുള്ള സഹായം പോലീസ് തേടുകയും ചെയ്തിട്ടുള്ളത്. അതിനായി എത്തിയ അന്വേഷണ സംഘത്തെ ആർക്കിയോളജിക് ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ വരുന്ന NCSന്റെ എർത്ത് സയന്റിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ജിയോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരിശോധനയാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നിർണായകമായ ഇടങ്ങളെല്ലാം തന്നെ, അതായത് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട 4 തിരോധാന കേസുകൾ, പ്രധാനമായും 2006 കാണാതായ ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീ, ഒപ്പം തന്നെ 2012 കാണാതായ ഐഷ, 2024 ഡിസംബറിൽ കാണാതായ ജൈനമ്മ. ഈ 3 കേസുകൾ അന്വേഷിക്കുമ്പോഴും അതിനിടയിൽ മറ്റൊരു കേസ് കൂടി ഉണ്ടാവും. കാരണം ക്രിമിനൽ സ്വഭാവമുള്ള സെബാസ്റ്റ്യൻ ഒരു ഘട്ടത്തിലും ആ ഒരു ക്രിമിനൽ സ്വഭാവത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാകുമെന്ന് അന്വേഷണ സംഘം കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തിരുവഴയുമായി ബന്ധപ്പെട്ട മറ്റൊരു തിരോധാന കേസ് കൂടി അന്വേഷണ സംഘം പരിശോധിച്ചത്. അതിൽ നിർണായകമായ പരിശോധന നടന്ന ഇടമാണ് നമ്മളിപ്പോൾ ഉള്ളത്. തിരുവിഴ സ്വദേശിയായ ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധുവിനെ കാണാതായ ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് ഈ വീട്ടിൽ നടന്നത്. ഈ തങ്കപ്പൻ എന്ന വ്യക്തിയുടെ വീട് കേന്ദ്രീകരിച്ച് റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള, തിരുവിഴ റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള തങ്കപ്പൻ എന്ന വ്യക്തിയുടെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. JCB ഉപയോഗിച്ച് ഇവിടെയും പല ഭാഗങ്ങളും കുഴിച്ചുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തു. അത്തരത്തിൽ നിർണായകമായ വിവരങ്ങൾ തേടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അതിനിടയിൽ തന്നെ ഇവരുടെ, അതായത് സെബാസ്റ്റ്യന്റെ വീടിന്റെ അടുക്കളയിൽ നിന്നും ഒരു വാച്ച്, കരിഞ്ഞ നിലയിലുള്ള ഒരു വാച്ച് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നിലവിൽ അന്വേഷണ സംഘത്തിന് മറ്റ് മൃതദേഹാവശിഷ്ടങ്ങളോ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് കഴിഞ്ഞ ദിവസം അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത്, മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് ചില അസ്ഥികളുടെ സാമ്പിളുകൾ, അവിടെ നിന്നും ചില അസ്ഥികളുടെ അവശിഷ്ടങ്ങൾ കിട്ടി. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും കണ്ടെത്താൻ ആയില്ല എന്നുള്ളതാണ്. എന്തായാലും ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നു. കോട്ടയം, ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലകളിലുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് സംയുക്തമായി അവരുടെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള തിരോധാന കേസുകൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. DYSP ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ പരിശോധനയെക്കുറിച്ച്, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP ഇന്നത്തെ പരിശോധനയെക്കുറിച്ച് വിശദീകരിച്ചു. ബിന്ദു പത്മനാഭന്റെ കേസുമായിട്ട് ഇതിൽ യാതൊരു ബന്ധമില്ല. അത് ബിന്ദു പത്മനാഭന് ഈ സെബാസ്റ്റ്യനെ ഈ റോസമ്മയ്ക്ക് അറിയാവുന്ന രീതി ഉണ്ട് എന്നുള്ള ഒരർത്ഥത്തിൽ മാത്രമാണ് നമ്മളിവിടെ പരിശോധന നടത്തിയത്. ഇതിനു മുമ്പ് നമ്മളിവിടെ ഒന്ന് ചോദ്യം ചെയ്തിട്ടൊക്കെ ഉണ്ട്. തനിക്കൊന്നും അറിയില്ല എന്നുള്ളതായിരുന്നു ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട റോസമ്മയുടെയും പ്രതികരണം. എന്തെങ്കിലും പറയാനുണ്ടോ? 4 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾക്ക് ശേഷം അന്വേഷണ സംഘം ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇനിയും വെരിഫിക്കേഷനുകൾ, ഈ കേസുകൾ വരുത്തേണ്ടതായുണ്ട്. കാരണം സെബാസ്റ്റ്യൻ അതിബുദ്ധിമാനായ വ്യക്തി, ക്രിമിനൽ സ്വഭാവമുള്ള ആൾ എന്നുള്ള ഒരു വിലയിരുത്തലാണ് അന്വേഷണ സംഘം ഉള്ളത്. അതുകൊണ്ട് തന്നെ ജൈനമ്മ തിരോധാന കേസിൽ വീണ് കിട്ടിയ പഴുതിൽ പിടിച്ചാണ് അന്വേഷണ സംഘം ഇപ്പോൾ നിർണായകമായ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഐഷ തിരോധാന കേസ് റീഓപ്പൺ ചെയ്യാനായി ചേർത്തല പോലീസും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഈ കേസുകളെല്ലാം തന്നെ ഇഴകീറി പരിശോധിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ധനേഷിനൊപ്പം ചേർത്തല തിരുവഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ധർമ്മസ്ഥല ബംഗളക്കുന്നിലെ മാർക്ക് ചെയ്യാത്ത സ്ഥലങ്ങളിൽ കൂടുതൽ മനുഷ്യാസ്ഥികൂടങ്ങൾ. പോയിന്റ് 3ഉം 6ഉം പോലെ ഭീതി നിഴലിക്കുന്ന പ്രദേശമാണ് വനത്താൽ ചുറ്റപ്പെട്ട ബംഗളക്കുന്ന്. ഒരു പൂർണ്ണ അസ്ഥികൂടവും തലയൊട്ടിയും കൂടുതൽ പേരുടെ അസ്ഥികളും ഇവിടെ നിന്ന് കണ്ടെത്തിയതോടെ കൊലപാതക പരമ്പര നടന്നിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുകൾക്ക് ബലം പകരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാനാണ് SITയുടെ തീരുമാനം. അതിനിടെ 13ാം പോയിന്റിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടെന്ന അവകാശവാദവുമായി 6ഓളം സാക്ഷികൾ രംഗത്ത് വന്നു. ധർമ്മസ്ഥലയിലെ രഹസ്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് പലരെയും ഭയപ്പെടുത്തുന്നുണ്ട്. ഡി ഗ്യാങ്ങിനെ രംഗത്തിറക്കി മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനുള്ള നീക്കമുണ്ടാകുന്നു. സ്നാനഘട്ടയ്ക്ക് സമീപം നടന്ന ആക്രമണത്തിൽ 3 മാധ്യമപ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റു.
ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ പോയിന്റ് 3, 6, ബംഗ്ലാക്കുന്ന് എന്നിവിടങ്ങളിൽ നിന്നും നിർണായക തെളിവുകൾ ലഭിച്ചതായി സൂചന. 3-ാം ദിവസം നടത്തിയ പോയിന്റ് 3-ൽ 4 അസ്ഥിക്കൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായാണ് വിവരം. പോയിന്റ് 6-ൽ നിന്നും ഒരു മനുഷ്യന്റെ പൂർണ്ണ അസ്ഥിക്കൂടവും കണ്ടെത്തിയിരുന്നു. ലഭിച്ച വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഏകദേശം 33 വയസ്സുള്ള പുരുഷന്റെ അസ്ഥിക്കൂടമാണ് ലഭിച്ചത്. ബംഗ്ലാക്കുന്നിൽ മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നിന്നാണ് കൂടുതൽ മനുഷ്യ അസ്ഥികൂടങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഒരു പൂർണ്ണ അസ്ഥികൂടവും തലയോട്ടിയും കൂടുതൽ പേരുടെ അസ്ഥികളുമാണ് ഇവിടെ നിന്നും ലഭിച്ചത്. ഇതിനിടെ SIT അടയാളപ്പെടുത്തിയ സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള 13-ാം പോയിന്റിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹം മറവ് ചെയ്യുന്നത് കണ്ടെന്ന വെളിപ്പെടുത്തലുമായി ദൃക്സാക്ഷി രംഗത്തെത്തി. പ്രദേശവാസികളായ 6 പേരാണ് അവകാശവാദവുമായി SITയെ സമീപിച്ചത്. അടയാളപ്പെടുത്തിയ 13-ാം പോയിന്റിൽ മാത്രമാണ് ഇനി തിരച്ചിൽ ബാക്കിയുള്ളത്. അതേസമയം ധർമ്മസ്ഥലയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ ആക്രമണമുണ്ടായി. യുണൈറ്റഡ് മീഡിയ റിപ്പോർട്ടർ അഭിഷേക് ഉൾപ്പെടെ 3 പേർക്കാണ് പരിക്കേറ്റത്. മാരകായുധങ്ങളുമായി എത്തിയ ഒരു സംഘമാണ് ആക്രമണം നടത്തിയത്. ഡി ഗ്യാങ്ങിൽപ്പെട്ടവരാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം. ധർമ്മസ്ഥലയിൽ നിന്നും ക്യാമറമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KV ബൈജു, ന്യൂസ് 18. കാസർഗോഡ് നാട്ടക്കൽ സ്വദേശി ശ്രീനിവാസൻ ഇപ്പോഴും ആ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്ത ഭീതിയാണ്. ഒരിക്കൽ കുടുംബവുമായി ധർമ്മസ്ഥലയിലെത്തിയപ്പോഴാണ് ദുരനുഭവം ഉണ്ടായത്. പുലർച്ചെ 2 മണിക്ക് ആരോ ഹോട്ടൽ മുറിയുടെ വാതിൽ ബലമായി തുറക്കാൻ ശ്രമിച്ചു. ഭാര്യയും സഹോദരിയും ബഹളം വെച്ചതോടെ പിന്നീട് ആ ശബ്ദം കേട്ടില്ല. അവരുടെ സ്വർണ്ണാഭരണങ്ങൾ കവരാനുള്ള ശ്രമമെന്നാണ് അന്ന് കരുതിയത്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കാണുമ്പോൾ മോഷണശ്രമം മാത്രമായി അതിനെ കരുതാനാകില്ലെന്ന് ശ്രീനിവാസൻ ന്യൂസ് 18നോട് പറഞ്ഞു. ധർമ്മസ്ഥലയിൽ ഇത്തരത്തിൽ നേരത്തെ ഒരു ദുരനുഭവം നേരിട്ട ഒരു വ്യക്തി നമ്മോടൊപ്പം ചേരുകയാണ്. മലയാളിയാണ്. കാസർഗോഡ് നാട്ടക്കൽ സ്വദേശിയായ ശ്രീനിവാസനാണ് ചേരുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും, അതായത് ഭാര്യയും ഭാര്യയുടെ അനുജത്തിയും ഈ ധർമ്മസ്ഥലയിൽ എത്തിയപ്പോൾ ഉണ്ടായ ദുരനുഭവം, അവിടെ ഇത്തരത്തിൽ സിനിമ സംഭവം നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ന്യൂസ് 18നോടൊപ്പം. എന്തായാലും എന്താണ് നിങ്ങൾക്ക് ധർമ്മസ്ഥലയിൽ എത്തിയപ്പോൾ സംഭവിച്ചത്? ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ തോന്നിട്ട് അമ്പലത്തിൻ്റെ ലോഡ്ജിൻ്റെ പേര് ഓർക്കുന്നില്ല, സാക്കേതാന്ന് തോന്നുന്നു. അവിടെ ഇത് റൂം എടുത്തിട്ട് രാത്രി നിന്നിട്ട് കിടന്നുറങ്ങിയ സമയത്ത് രാത്രി ഏതാണ്ട് ഒരു 2 മണി നേരത്ത് ഞങ്ങൾ നല്ല ഉറക്കത്തിൻ്റെ സമയമായിരുന്നു. ആ സമയത്ത് ഇത് പുറത്തുനിന്ന് ആ വാതിൽ എങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ടോയെന്ന് അറിയില്ല. ആ സമയത്ത് സെറ്റാക്കിയിട്ടുള്ളത് ഡോറിൻ്റെ മേൽവശത്തായിട്ട് ഒരു വെന്റിലേറ്റർ പോലുള്ള സാധനം. അപ്പോൾ ഡോറിന് ചവിട്ടി കയറി കഴിഞ്ഞാൽ ഉള്ളിൽ നമ്മൾ ലോക്ക് ചെയ്തിട്ടുള്ള കതവിനെ തുറക്കാൻ പറ്റുന്ന സംവിധാനമാണ്. അത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ആ സംവിധാനത്തിൽ പുറത്തുനിന്ന് ആരോ ഒരു വ്യക്തി അടിക്കുന്ന ചൂല് പോലത്തെ സാധനം കൊണ്ട് ഇതിനെ തട്ടി തെറിപ്പിച്ചിട്ട് ഉള്ളിലോട്ട് കയറാനുള്ള ശ്രമമാണ് നടക്കുന്ന ഈ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഉണർന്നിട്ട് നോക്കുമ്പോൾ ഒരു കൈ മാത്രം ഉള്ളിലോട്ട് ഈ വെന്റിലേറ്ററിൻ്റെ മുകളിൽ കൂടിയിട്ട് വന്നിട്ട് ഈ കതവിനെ തച്ച് തെറിപ്പിക്കുന്ന ഒരു ശ്രമം എനിക്ക് കാണുന്നു. ഇങ്ങനെ ഉറക്കം കണ്ണിൽ ഉണർന്നിട്ട് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ പെട്ടെന്ന് അലർട്ടായി. ആരടാന്ന് അത്രയേ ചോദിച്ചിട്ടുള്ളൂ. ആരടാന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൈ പുറത്തോട്ട് പോയി സ്റ്റോപ്പായി. ആൾക്കാർ ഓടുന്ന സൗണ്ട് കേട്ടു. അങ്ങനെ ഓടുന്ന സൗണ്ട് കേട്ടിട്ടാകുമ്പോൾ കുറേ ഇങ്ങനെ ഈ ഞെട്ടലിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഞാൻ പുറത്ത് വാതിലെടുത്ത് നോക്കുമ്പോൾ ആളില്ലായിരുന്നു.
പക്ഷേ ഞാൻ അപ്പോൾ ഞങ്ങളെ കയ്യിലുള്ള ഇത് എൻ്റെ ഒന്നിച്ച് എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യയുടെ അനിയത്തി ഉണ്ടായിരുന്നു, ചെറിയ കുഞ്ഞുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ താമസിച്ച് അവിടെ റൂം എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അന്ന് ചിന്തിച്ചത് ചിലപ്പോൾ ഇത് സ്വർണമോ പണമോ തട്ടിയെടുക്കാനുള്ള ശ്രമമായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഈ ആടെ നടക്കുന്ന അവസ്ഥ വെച്ചിട്ട് ഇതിനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഒന്നുമല്ല. എൻ്റെ കൂട്ടത്തിൽ പെണ്ണുങ്ങളുണ്ടായതുകൊണ്ട് ഈ ഉറക്കം സമയത്ത് ചിലപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അറിയാതെ അവർ ഇത് വിചാരിച്ച് ടാർഗറ്റിന് ഒന്നുമില്ലാതെ പൊക്കുന്നതോ ഇത് ആളില്ലാതെ എന്തായിന്ന് അറിയാത്ത പോലത്തെ അവസ്ഥയെ ഉണ്ടാക്കാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അനുഭവസ്ഥനായ ഒരാൾ തന്നെ ഇപ്പോൾ ന്യൂസ് 8 മുന്നിൽ വന്ന് ആ കാര്യങ്ങൾ വിവരിക്കുന്നു. അവർക്ക് ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത്. ഒരു പക്ഷേ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരുപാട് ആളുകളെ ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ടാവുക ഈ രീതിയിലായിരിക്കും. അതിനൊരു പ്രത്യേക സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘങ്ങളെത്തി ഇതുപോലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വനത്തിനും മറ്റും കൊണ്ടുപോയി ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നതായുള്ള ഏറ്റവും വലിയ തെളിവാണ് നമുക്കിപ്പോൾ ന്യൂസ് 8 ഇപ്പോൾ പുറത്തുവിടുന്നത്. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി ശ്രീജിത്തും കേളകം സ്വദേശിനി ജിസ്നയും 3 വർഷം മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. എല്ലാ ദാമ്പത്യ ബന്ധങ്ങളിലും ഉള്ളതുപോലെ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഇവരുടെ വീട്ടിലും സംഭവിച്ചിരുന്നു. ഓട്ടോ ഡ്രൈവറായ ശ്രീജിത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കു പതിവായി. അതിൽ അയാളുടെ മാതാപിതാക്കൾ കൂടി ഇടപെട്ടതോടെ ജിസ്ന ഭർത്തൃവീട്ടിൽ ഒറ്റപ്പെട്ടു. കഴിഞ്ഞ ദിവസം യുവതിയുടെ വീട്ടുകാർ കേട്ടത് മകളുടെ മരണവാർത്തയാണ്. ജിസ്ന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനും അമ്മയ്ക്കുമെതിരെ യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് പരാതി. ബാലുശ്ശേരി സ്വദേശി ജിസ്നയെ ചൊവ്വാഴ്ച വൈകിട്ടാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 വയസ്സുള്ള മകൻ തനിച്ചായിരുന്നു ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. ഭർത്തൃപിതാവ് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. കണ്ണൂർ കേളകം സ്വദേശിയാണ് ജിസ്ന. ഓട്ടോ ഡ്രൈവറായ ശ്രീജിത്തുമായി യുവതിയുടേത് പ്രേമവിവാഹമായിരുന്നു. 3 വർഷം മുമ്പായിരുന്നു വിവാഹം. ആത്മഹത്യയിലേക്ക് നയിച്ചത് ഭർത്താവിന്റെയും അമ്മയുടെയും പീഡനമെന്നാണ് ജിസ്നയുടെ കുടുംബത്തിന്റെ ആരോപണം. സാമ്പത്തികമായി ശ്രീജിത്തിന് വലിയ ബാധ്യതകളുണ്ട്. ഇക്കാര്യം പറഞ്ഞ് ഇരുവരും തമ്മിൽ വാക്കുതർക്കവും വഴക്കും ഉണ്ടായിരുന്നു. ഭർത്തൃമാതാവുമായും സ്വരച്ചർച്ചയില്ലായിരുന്നു. കുടുംബമിടപെട്ട് മധ്യസ്ഥ ചർച്ചകൾ നടത്തിയിരുന്നതായും പരാതിയിൽ പറയുന്നു. എന്നാൽ ജിസ്നയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശ്രീജിത്തിന്റെ ബന്ധുക്കൾ തള്ളുകയാണ്. ശ്രീജിത്തും ജിസ്നയും തമ്മിൽ വലിയ സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത്. ആത്മഹത്യ ചെയ്യാൻ പര്യാപ്തമായ പ്രശ്നങ്ങളോ കടമോ വീട്ടിലുണ്ടായിരുന്നില്ല. 2 ആഴ്ച കേളകത്തെ സ്വന്തം വീട്ടിൽ നിന്ന ശേഷം ജിസ്ന ബാലുശ്ശേരിയിൽ മടങ്ങിയെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ആത്മഹത്യ. വീട്ടിൽ എന്താണ് നടന്നതെന്ന് അന്വേഷിക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട്. ബ്യൂട്ടി പാർലർ ഉടമയായ ഭാര്യയെ അയാൾക്ക് വല്ലാത്ത സംശയമായിരുന്നു. ഇതിൻ്റെ പേരിൽ വീട്ടിൽ കലഹം പതിവ്. കഴിഞ്ഞ ദിവസം രാത്രി പത്തനംതിട്ട പുല്ലാടുള്ള വീട്ടിൽ ബഹളം കേട്ടെത്തിയ നാട്ടുകാർ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശാരിമോളെയാണ്. യുവതിയെ ആക്രമിക്കുന്നത് തടയാനെത്തിയ പിതാവ് ശശിയെയും ബന്ധു രാധാമണിയെയും ജയകുമാർ വെട്ടി. ഭർത്താവിൻ്റെ കുത്തേറ്റ് ശാരിമോളുടെ കുടൽ പുറത്തു വന്നിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ 4 ദിവസത്തിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു. ജയകുമാറിൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യാപിതാവും ബന്ധുവും ചികിത്സയിലാണ്. രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവല്ല നഗരത്തിൽ നിന്നുമാണ് പ്രതി ജയകുമാർ പിടിയിലായത്. കൊലപാതകത്തിന് ശേഷം സംഭവസ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട പ്രതിക്കായി
പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പല സ്ഥലത്തും പ്രതിയെ കണ്ടതായുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. സംഭവശേഷം 4-ാം ദിവസമാണ് പ്രതി പിടിയിലായത്. പിടികൂടുമ്പോൾ ജയകുമാർ അവശനിലയിലായിരുന്നു. തുടർന്ന് കോയിപ്പുറം സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി ചോദ്യം ചെയ്തു. ഭാര്യയിലുള്ള സംശയവും ലഹരി ഉപയോഗവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു പ്രതി ജയകുമാർ ഭാര്യ ശ്യാമയെ കുത്തിക്കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യാപിതാവ് ശശി, ബന്ധു രാധാമണി എന്നിവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭാര്യ വീട്ടിൽ താമസിച്ചിരുന്ന ജയകുമാർ കുടുംബാംഗങ്ങളുമായി നിരന്തരം സംഘർഷത്തിലായിരുന്നു. നേരത്തെ കൗൺസിലിംഗിനുൾപ്പെടെ ജയകുമാറിനെ വിധേയനാക്കിയിരുന്നതായാണ് വിവരം. ന്യൂസ് 18 പത്തനംതിട്ട. ലൈംഗിക ചൂഷണത്തിന് പുറമെ സാമ്പത്തിക ചൂഷണവും. പോലീസിൽ പരാതി നൽകിയതോടെ കാമുകിയുടെ ഫോൺ നമ്പർ തന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതിൻ്റെ പകയിൽ കാമുകനെ വിളിച്ചു വരുത്തി വിഷം കൊടുത്ത് കൊലപ്പെടുത്തുന്നു. കോതമംഗലം മാതിരപ്പള്ളിയിലെ അൻസിൽ വധക്കേസ് പ്രണയത്തിൽ നിന്ന് പിന്മാറാത്തതിൻ്റെ പകയിലല്ല, പ്രണയച്ചതിയുടെ പകവീട്ടിലായിരുന്നു. പെൺസുഹൃത്ത് അദീനയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതോടെയാണ് കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് കൂടുതൽ വ്യക്തത വന്നത്. എനർജി ഡ്രിങ്കിൽ കളനാശിനി കലക്കി നൽകിയാണ് അൻസിലിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. യുവതിയുടെ വീട്ടിൽ നിന്ന് എനർജി ഡ്രിങ്കിന്റെ കുപ്പികൾ കണ്ടെടുത്തു. കൃത്യം നടന്ന ദിവസം അൻസിലിനെ വീട്ടിലേക്ക് വരുത്താൻ നിരന്തരം അധീന ഫോൺ വിളിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായ അൻസിലും അധീനയും തമ്മിൽ ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു. അതിനിടെ അധീനയെ സംശയം കാരണം യുവാവ് പലപ്പോഴും ക്രൂരമായി ഉപദ്രവിക്കും. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അധീനയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതോടെ പണം വാഗ്ദാനം ചെയ്ത് അത് ഒതുക്കാൻ അൻസിൽ ശ്രമിച്ചു. എന്നാൽ കോടതിയിൽ അധീന മൊഴി മാറ്റിയതോടെ കേസ് റദ്ദായെങ്കിലും അൻസിൽ പണം നൽകിയില്ല. പലപ്പോഴായി 3 ലക്ഷം രൂപ കാമുകിയിൽ നിന്നും കൈപ്പറ്റുകയും ചെയ്തു. ഉപദ്രവം വർദ്ധിച്ചതോടെ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ അധീന ശ്രമിച്ചെങ്കിലും അൻസിൽ തയ്യാറായില്ല. ഇതോടെയാണ് ആൺസുഹൃത്തിനെ കൊലപ്പെടുത്താൻ അധീന തീരുമാനമെടുത്തത്. ഇതിനായി കോതമംഗലത്ത് നിന്ന് കളനാശിനി വാങ്ങി. ജൂലൈ 29-ന് അധീന പലതവണ അൻസിലിനെ ഫോണിൽ വിളിച്ചു. ഫോൺ എടുക്കാൻ തയ്യാറാകാതിരുന്ന അൻസിൽ അധീനയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു. തുടർന്ന് അധീന ഒരു സുഹൃത്തിനെ വിളിച്ച് കോൺഫറൻസ് കോൾ വഴി അൻസിലിനോട് സംസാരിക്കുകയും വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തു. ജൂലൈ 30-ന് പുലർച്ചെ 4-ന് വീട്ടിലെത്തിയ അൻസിലിന് അധീന എനർജി ഡ്രിങ്കിൽ കളനാശിനി കലക്കി നൽകി. അരമണിക്കൂറിനുള്ളിൽ കുഴഞ്ഞു വീണ അൻസിൽ പോലീസിനെ ഫോണിൽ വിളിച്ചു. ഇതുകണ്ട അധീന ഫോൺ വാങ്ങി തൊട്ടടുത്ത ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എറിഞ്ഞു. പിന്നീട് പോലീസിനെയും അൻസിലിന്റെ ബന്ധുക്കളെയും അധീന തന്നെ വിളിച്ചു. ബന്ധുക്കളെത്തിയാണ് അൻസിലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആശുപത്രിയിലേക്ക് പോകും വഴി അവൾ എന്നെ ചതിച്ചുവെന്ന് അൻസിൽ പറഞ്ഞതാണ് മരണമൊഴി. അൻസിലിന്റെ മരണശേഷം പോലീസ് നടത്തിയ പരിശോധനയിൽ വീടിന് സമീപത്തു നിന്നും എനർജി ഡ്രിങ്കിന്റെ കാനും ഫോണും കണ്ടെടുത്തിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയുള്ള കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കളനാശിനി വാങ്ങിയ കടയിലും വീട്ടിലും എത്തിച്ചുള്ള തെളിവെടുപ്പ് പൂർത്തിയായതോടെ അധീനയെ വീണ്ടും റിമാൻഡ് ചെയ്തു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കില്ലെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ വിവാദങ്ങളും പരാതിയും കേസുമൊക്കെ അടിക്കടി ഉയരുന്നുണ്ട്. കുക്കു പരമേശ്വരനെതിരായ മെമ്മറി കാർഡ് വിവാദത്തിന് പിന്നാലെ നടി ശ്വേത മേനോനെതിരെ കേസ്. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്നുള്ള പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ശ്വേത മത്സരിക്കുന്ന പശ്ചാത്തലത്തിലുണ്ടായ കേസ് പുതിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. IT നിയമത്തിലെ 67A വകുപ്പ് പ്രകാരവും
അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ്. അശ്ലീല രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്ന് പരാതിയിലുണ്ട്. മാർട്ടിൻ മേനാച്ചേരി എന്നയാൾ നൽകിയ പരാതിയിലാണ് കേസ്. ശ്വേതാ മേനോൻ അഭിനയിച്ച രതിനിർവേദം, ശ്വേതാ മേനോന്റെ പ്രസവം ചിത്രീകരിച്ച ബ്ലസി ചിത്രം കളിമണ്ണ്, ഒപ്പം ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യചിത്രവുമാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അശ്ലീല സൈറ്റുകളിലും പ്രചരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് പരാതി. ഇവര് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഇതിലും അവർ സെക്സ്വൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ ഇനിയും ചെയ്യും, അല്ലെങ്കിൽ അത്ര സിനിമകൾ അവർ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൊതുവിൽ ഇപ്പം മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അവർ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ടാണോ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ ഒരിക്കലുമല്ല. അതായത് 2 മാസം മുൻപ് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു പരാതിയാണ്. അപ്പോൾ ഇപ്പം ഈ ഒരു വലിയ ചർച്ച എന്ന് പറഞ്ഞാൽ ഇവർ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരും. പക്ഷേ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോഴും അങ്ങനെയുള്ള ഒരാൾ ഈ രംഗത്തേക്ക് വരുമ്പോൾ അവർ പൊതുവിലൊരു സമൂഹത്തിന് മാതൃകയാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നിന്ന് ജഗദീഷ് പിന്മാറിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ എത്താൻ സാധ്യത കൂടിയിരുന്നു. എന്നാൽ കേസ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. കൊല്ലം നഗരത്തിലെ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന ദമ്പതികൾ അജു മൻസൂറും ഭാര്യ ബിൻസിയും പോലീസിന്റെ നോട്ടപ്പുള്ളികളാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം അജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ നാടകീയ സംഭവവികാസങ്ങൾ. സ്റ്റേഷന് പുറത്ത് സ്കൂട്ടറിൽ കാത്തുനിന്ന ഭാര്യ ബിൻസി അജുവിനെയും കൊണ്ട് കടന്നു കളഞ്ഞു. പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നിരവധി കേസുകളിൽ പ്രതിയും ലഹരി വിൽപ്പനക്കാരനുമായ അജു മൻസൂറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്റ്റേഷനിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടെ പുറത്ത് സ്കൂട്ടറുമായി കാത്തുനിന്ന ഭാര്യയ്ക്കൊപ്പം പ്രതി കടന്നുകളയുകയായിരുന്നു. രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും മൻസൂറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കിളിക്കൊല്ലൂർ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് വിലയിരുത്തൽ. പ്രതി രക്ഷപ്പെടുന്ന സമയം സ്റ്റേഷനിൽ പാറാവ് ഡ്യൂട്ടിക്ക് പോലും ആരുമുണ്ടായിരുന്നില്ലെന്നാണ് ആക്ഷേപം. മൻസൂറിന്റെ ഭാര്യ ബിൻസിയും മയക്കുമരുന്ന് കേസിൽ പ്രതിയാണ്. കൊല്ലം നഗരത്തിൽ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ദമ്പതികളെന്നാണ് വിവരം. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കിളിക്കൊല്ലൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. +1 ക്ലാസുകൾ ആരംഭിച്ചതോടെ സ്കൂളുകളിൽ റാഗിംഗ് പരാതികളുടെ പ്രവാഹമാണ്. സീനിയർ വിദ്യാർത്ഥികളുടെ ചേട്ടൻ കളി ഒരല്പം അതിര് കടക്കുന്നുണ്ട്. ജൂനിയേഴ്സിനെ നല്ല നടപ്പ് പഠിപ്പിക്കുന്ന +2 വിദ്യാർത്ഥികൾ പലപ്പോഴും നിയമം കയ്യിലെടുക്കുകയാണ്. കോഴിക്കോട് നടുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തതായി പരാതി. +2 വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാതിരുന്നതിനും മുന്നറിയിപ്പ് അവഗണിച്ച് ചിരിച്ചതിനുമായിരുന്നു മർദ്ദനമെന്നാണ് പരാതി. കണ്ണിന് പരിക്കേറ്റ +1 വിദ്യാർത്ഥി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. +1 ക്ലാസ് ആരംഭിച്ച ദിവസം മുതൽ സീനിയർ വിദ്യാർത്ഥികൾ ഡ്രായിങ് ആരംഭിച്ചതായി മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ പറയുന്നു. മൈക്കെന്ന സങ്കല്പത്തിൽ കയ്യിൽ പേന പിടിച്ച് പാട്ടുപാടിക്കുകയും മറ്റുമായിരുന്നു ആദ്യം ചെയ്യിച്ച കാര്യങ്ങൾ. കൂടുതൽ ശാരീരിക അധ്വാനമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടതോടെ എതിർപ്പ് പ്രകടമാക്കി. ഇതോടെ കുട്ടികളുടെ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിലിട്ട് ഭീഷണി മുഴക്കി. ഒടുവിൽ സ്കൂളിൽ ചിരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി. ഇത് അവഗണിച്ചതോടെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥിയുടെ അമ്മ ആരോപിച്ചു. 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒരാളുടെ കണ്ണേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇൻസ്റ്റാഗ്രാമിൽ ഇവന്റെ ഷർട്ട് കൈ താത്തിയിട്ടൊക്കെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. ഈ സ്കൂൾ ഉച്ചഭക്ഷണ സമയത്ത് പുറത്തു പോയി വരുമ്പം ഇവനെ വേറൊരു കുട്ടീനെ വിട്ടിട്ട് +2കാർ ഇവനെ വിളിപ്പിച്ചതാണ്. അപ്പോൾ വിളിച്ചു കൊണ്ടുപോയിട്ട് ചിരിക്കാണ്ട് വരാൻ പറഞ്ഞോലോ. അങ്ങനെ ഒന്ന് ചിരിച്ചു പോയി എന്നാ പറഞ്ഞത്. പിന്നെ ഇവൻ ചിരിക്കാണ്ട് നിന്നോലെ. അപ്പോൾ ഷർട്ടിന്റെ കോളറയ്ക്ക് കുത്തിപ്പിടിച്ചിട്ട് പിന്നെ അടിക്കാൻ നോക്കിയപ്പോൾ ഇവന്റെ കമ്പനിക്കാരനുണ്ടായിരുന്നു, ഓൻ ഇടപെട്ട് അവൻ പറഞ്ഞ് ഇവനെ അടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവനെ അടിച്ച് തള്ളിയിട്ട് പുറത്ത് ഷർട്ട് കീറിയിട്ട് വലിയൊരു മുറിവുണ്ട്. ഇവനെ കൈകൊണ്ട് ഇടിച്ചതാണെന്നാ പറഞ്ഞത്. കണ്ണിന് നല്ല പരിക്കുണ്ട്. സംഭവത്തിൽ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയതായി സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. പോലീസ് സ്കൂളിലെ റാഗിംഗ് വിരുദ്ധ സമിതിയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്. അധ്യാപികയായ ഭാര്യയ്ക്ക് ശമ്പളം കിട്ടാത്തതിൻ്റെ പേരിൽ ഭർത്താവ് ആത്മഹത്യ ചെയ്തതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തി സ്കൂളിലെ പ്രധാന അധ്യാപികയെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എയ്ഡഡ് സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജ്മെൻറ്റിന് നിർദ്ദേശം നൽകിയത്. എന്നാൽ ആരോപണം പൂർണ്ണമായും തള്ളിയ സ്കൂൾ മാനേജ്മെൻറ്റ് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ആവർത്തിക്കുന്നു. പതിനാല് വർഷമായി അധ്യാപികയെ ജോലി ചെയ്ത ലേഖ രവീന്ദ്രന് ശമ്പളം കിട്ടാത്തത് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ മനം നൊന്താണ് ഭർത്താവ് ഷിജോ ആത്മഹത്യ ചെയ്തത്. വീഴ്ച വരുത്തിയ എയ്ഡഡ് സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് സെന്റ് ജോസഫ് സ്കൂൾ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി. തുടർന്നാണ് പ്രധാന അധ്യാപികയോട് വിശദീകരണം തേടിയത്. ഇതിനുശേഷമാകും നടപടി. വിദ്യാഭ്യാസ വകുപ്പിന്റെ വീഴ്ചയാണ് ശമ്പളം മുടങ്ങാൻ കാരണമെന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ശമ്പളം മുടങ്ങി. പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ഇതിൽ മനം നൊന്താണ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഷിജോയുടെ ആത്മഹത്യ. വിദ്യാഭ്യാസ വകുപ്പും സ്കൂൾ മാനേജ്മെന്റും പരസ്പരം പഴിചാരുമ്പോൾ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെടുകയാണ് കുടുംബം. ന്യൂസ് 18 പത്തനംതിട്ട. സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തിമിംഗല ഛർദി ശേഖരിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനും നിരോധനമുള്ള നാടാണിത്. കോടികൾ വിലമതിക്കുന്ന ആംബഗ്രീസിന് വിദേശ വിപണിയിൽ ആവശ്യമേറെയാണ്. അതുകൊണ്ട് തന്നെ നിരവധി മാഫിയ സംഘങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കൊച്ചി മട്ടാഞ്ചേരിയിൽ കോടികൾ വിലമതിക്കുന്ന തിമിംഗല ഛർദി പിടികൂടി. ലക്ഷദ്വീപ് സ്വദേശി ഉൾപ്പെടെ 2 യുവാക്കൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിൽ നിന്നും 1 കോടിയോളം ആംബഗ്രീസാണ് കണ്ടെടുത്തത്. പുലർച്ചെ 2 മണിക്ക് തോപ്പുംപടി ഫിഷിംഗ് ഹാർബറിന് സമീപം ഡാൻസ് ഓഫ് ടീമാണ് 2 പേരെയും പിടികൂടിയത്. ലക്ഷദ്വീപ് സ്വദേശിയായ സുഹൈൽ, ഫോർട്ട് കൊച്ചി സ്വദേശി അസീസ് എന്നിവരാണ് പിടിയിലായത്. ലക്ഷദ്വീപ് സ്വദേശിയായ തസ്ലിമാണ് ആംബർഗ്രീസ് തന്നതെന്ന് ഇവർ പറയുന്നു. പിടിയിലായ സുഹൈൽ തോപ്പുംപടിയിലെ ബേക്കറിയിൽ കഴിഞ്ഞ 7 മാസമായി ജോലി ചെയ്തു വരികയാണ്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി കൊച്ചി ക്രൈം DCP അശ്വതി ജിജി പറഞ്ഞു. നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പൊസഷൻ ഇല്ലീഗൽ ആയിട്ടുള്ളൊരു സാധനമാണ്. ആംബർഗ്രീസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് വെയിലിൻ്റെ വൊമിറ്റാണ്. ഇത് കടലിൽ കാണപ്പെടുന്നതാണ്. നോർമലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്?
ഇത് നമുക്ക് അത്രയും ഗ്രാഹ്യമില്ല, പക്ഷെ ഇതിൻ്റെ പെർഫ്യൂമിൻ്റെ ഒക്കെ സെൻറ്റ് ലോങ് ലാസ്റ്റിംഗ് ആകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആംബർ ഗ്രീസിന് വിദേശ വിപണിയിൽ വൻ ഡിമാൻഡാണ്. കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കാണപ്പെടുന്ന ഇവ കൂടുതലായും ലക്ഷദ്വീപ് മേഖലയിലാണ് കണ്ടുവരുന്നത്. ഇവ ശേഖരിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനും നിരോധനമുണ്ട്. ഇതെങ്ങനെ കൊച്ചിയിലെത്തിച്ചു എന്നതിനെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കൊച്ചി. ഒരു തേങ്ങയുടെ പേരിൽ കൊല്ലും കൊലയും വരെ നടക്കുന്ന നാടാണിത്. അയൽവാസികളും ബന്ധുക്കളും തമ്മിൽ ഇതുപോലെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കോഴിക്കോട് തേങ്ങാമോഷണം ആരോപിച്ച് ആദിവാസി യുവതിയെ മർദ്ദിച്ചതായി പരാതി. കാവിലുംപാറ സ്വദേശിനി ജീഷ്മയ്ക്കാണ് മർദ്ദനമേറ്റത്. പരാതി പോലീസ് ഒത്തുതീർപ്പാക്കിയെന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ യുവതി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. അയൽവാസികളിൽ നിന്നും ക്രൂരമായ മർദ്ദനം ഏറ്റതായാണ് കാവിലുംപാറ സ്വദേശിനിയായ ആദിവാസി സ്ത്രീ കൂടിയായ ജീഷ്ണ പറയുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചത്. എന്തായിരുന്നു? ഞാൻ പറമ്പത്തൂടെ നടക്കുമ്പോൾ രാജീവ് എന്ന് പറയുന്ന വ്യക്തി എന്നെ ഷൂ എന്ന് കാണിച്ച് വിളിച്ച് ഞാൻ ചോദിച്ചാൽ എന്നാണ് തേങ്ങ എടുക്കരുത്, തേങ്ങക്ക് വൻ വില കൂടുന്നുണ്ട്, അങ്ങും ഇങ്ങൊന്നും തേങ്ങ എടുക്കരുതെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് തവരെ ഉണ്ടേനും തേങ്ങ ഉണ്ടേനും ഞാനൊരു അക്ഷരം മുണ്ടിക്കുക. ഞാനിങ്ങ് പോന്നു വീട്ടിലേക്ക്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് തേങ്ങ എടുക്കാൻ പോകണ്ട, വിറകിന് പോകാൻ. ഉരുൾപൊട്ടിയിട്ട് നല്ല തേങ്ങ ഉണക്കനും പുഴയിൽ തെങ്ങെല്ലാം പൊരിഞ്ഞ് ഉണക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ ആ തേങ്ങ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഗംഗാധരൻ എന്ന് പറഞ്ഞ ഓരോ മോൻ ഷിബി എൻ്റെ വീഡിയോസ് ഇങ്ങനെ നടന്നു വരുന്ന വീഡിയോസ് ഇങ്ങനെ പിടിക്കുന്നു. അത് ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടത് കൊണ്ട് ഞാൻ ചെയ്തു വീട്ടിൽ വന്ന് തേങ്ങ എല്ലാം അവിടെ വെച്ച് ഓൻ്റെ പീടിയിലേക്ക് പോയി ഞാൻ ചോദ്യം ചെയ്തു. പോലീസ് സ്റ്റേഷൻ വന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. ആ കംപ്ലയിൻറ്റ് എഴുതി കൊടുത്ത് ഞാൻ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഈ രാജീവ് എന്ന് പറഞ്ഞ വ്യക്തി പറയാം കളവ് നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾ കളവെന്ന് പറയുന്നത് എന്ന്. അപ്പോൾ ഞാൻ ഓരോ പറമ്പിൽ കയറിയിക്കില്ല, ഓരോ സാധനമൊന്നും ഞാൻ കട്ടിട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ ഓരോ വീട്ടിലേക്ക് പോയി. രാത്രി 8:30 മണിയായി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഓരോ നോക്കുമ്പോൾ ഗേറ്റ് അടച്ചിട്ട് ഞാൻ എന്താ ചെയ്തത് അപ്പുറത്തെ രാജീവേട്ടൻ്റെ വീട്ടിൽ രേശേട്ടൻ്റെ വീട്ടിൽ പോയി രേശേട്ടാ ഇതുപോലെ സംഭവം ഉണ്ടല്ലോ, രാജീവേട്ടൻ എന്നെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞിക്കല്ലോ, ഈശ്വര ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് ഇനി തീരുമാനം രാവിലെ എടുക്കാമല്ലോ, ഇനി പോട്ടെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ എന്താ ചെയ്തത് അതും പറഞ്ഞ് രേശേട്ടനോട് വർത്താനം പറഞ്ഞു. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ഏട്ടനും കൂടി നടന്ന് തിരിഞ്ഞ് വരുമ്പോൾ മടത്തിലെ മോഹനും മടത്തിലെ രാജീവനും എന്നെ പുറകുന്ന് പിടിച്ച് വലിച്ച് വല്ലാണ്ട് അടിച്ച് റോട്ടുമ്മ കൂടി വലിച്ചയച്ച്. പിന്നെ ഞാൻ പുരയിൽ വന്ന് നോക്കുമ്പോൾ കാലെല്ലാം നീരായിപ്പോയി. നേരെ തൊട്ടിൽപ്പനം പോലീസ് സ്റ്റേഷനിൽ പോയി. ഒരു പറഞ്ഞ് കുറ്റിയാടി പോയി കാണിച്ചിട്ട് വാ, എനിക്ക് കേസ് എടുക്കാനാണ്. കുറ്റിയാടി പോയി കഴിഞ്ഞപ്പോൾ ഒരു പറഞ്ഞ് എക്സ്റേ സംവിധാനം ഇവിടെ ഇല്ല, അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകും. ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് എഴുതി തരാമെന്ന്. ചെറിയ കുഞ്ഞിനും മോളും ഉള്ളത് കൊണ്ട് ഞാൻ അന്നേരം പോയിട്ടില്ല. നേരെ വീട്ടിലേക്ക് വന്ന് അന്ന് രാവിലെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മൊത്തം നീരായി. അവനക്ക് അവസ്മാരം ഇളകി. ഒരു വണ്ടി എനിക്കായിരുന്നു ഒരു വിട്ട് തന്നിട്ടില്ല, എല്ലാ വണ്ടിയും ഒരു ബ്ലോക്ക് ചെയ്ത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തൊട്ടിൽപ്പാലം പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതി കൊടുത്തിട്ട് സാറ് ഒരു മേഡം വന്നിട്ട് എൻ്റെ പരാതി വാങ്ങിയിട്ട് പറയും മോള് കാലെല്ലാം പൊട്ടിയിക്കില്ല, ഇവിടെ ഇരിക്കണ്ട, നാളെ അങ്ങ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സാറന്മാർ വീട്ടിൽ വന്ന് ആരെ കേസും ഞാൻ പിൻവലിക്കും, ഈ രാജീവനും മോഹനെതിരെയുള്ള കേസ് ഞാൻ പിൻവലിക്കില്ല, ഓരെന്നെ അത്രക്കും ദ്രോഹിച്ചത് കൊണ്ടാണ് ഞാൻ ഓരെ പിൻവലിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ചെയ്തത്, അത് പറഞ്ഞുതരാം, ഞാൻ പാർട്ടിക്കെതിരെയുള്ള കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ പോയി ഒരു മേഡം എനിക്ക് വായിച്ച് കേൾപ്പിച്ചെന്ന് രാജീവ് എന്ന വ്യക്തിയുടെ പേരുള്ള ഊരുമൂപ്പനെതിരെയുള്ള ഊരുമൂപ്പൻ രീതിയിൽ ഊരിൽ വെച്ച് തീരുമാനം പെട്ടി എന്ന് പറഞ്ഞിട്ടാണ് ആ നടപടിയുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞ് പേര് എഴുതി ഒപ്പിടാൻ പറഞ്ഞ് ഞാൻ പേര് എഴുതി ഒപ്പിട്ട് കഴിഞ്ഞ് 2 ദിവസമായിട്ട് ഈ രാജീവനെതിരെയുള്ള മോഹനെതിരെയുള്ള കേസ് ഒന്നും തീരുമാനം വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ കേസും ഇവിടുന്ന് പിൻവലിച്ചല്ലോ എന്ന് പറഞ്ഞു. എല്ലാ കേസും പിൻവലിച്ചെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഇല്ല, രാജീവേട്ടനും മോഹനെതിരെയുള്ള കേസ് ഞാൻ പിൻവലിച്ചിട്ടില്ല, അതെങ്ങനെ പിൻവലിക്കും, ഞാൻ പോയി എഴുതി ഒപ്പിട്ട് കൊടുക്കാണ്ട് പിൻവലിക്കൂല.
പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് ആ പരാതി പിൻവലിച്ചു എന്ന പറയുന്നു. കളക്ടറെ കണ്ട് ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. നിയമ നടപടികളുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. മലപ്പുറം നിലമ്പൂർ മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിൽ മോഷണം നടന്ന കേസാണ് പോലീസ് പടകൾ ഇനി പരിശോധിക്കുന്നത്. ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്നാണ് മോഷണം നടന്നത്. ഏകദേശം 35,000-ഓളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. നിലമ്പൂർ മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്നാണ് മോഷണം നടന്നത്. ജീവനക്കാരി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് ഭണ്ഡാരം കുത്തി തുറന്ന നിലയിൽ കണ്ടത്. ഉടൻ ക്ഷേത്രം ഭാരവാഹികളെ വിവരമറിയിച്ചു. തുടർന്ന് ഭാരവാഹികൾ നിലമ്പൂർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. രാത്രി 10:30-യോടെയാണ് CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുള്ളത്. ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് നടത്തിയ മോഷണത്തിൽ 35,000-ഓളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. നിലമ്പൂർ ടൗണിനോട് ചേർന്നാണ് മാരിയമ്മൻ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. കൊല്ലം പൂതക്കുളത്ത് കാർ തീവെച്ച് നശിപ്പിക്കുകയും യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലേക്കാണിനി. സുഹൃത്തുക്കളുമായി മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടായ വാക്കുതർക്കമായിരുന്നു സംഘർഷത്തിന് കാരണം. കേസിൽ മുഖ്യപ്രതിയെ പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം കാച്ചാണി സ്വദേശി സന്ദേശാണ് അറസ്റ്റിലായത്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ കോളച്ചിറയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. സുഹൃത്തുക്കളുമായി മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരുന്നു സംഘർഷത്തിൽ കലാശിച്ചത്. സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ: ആദർശും സന്ദേശവും പ്രതികളായിട്ടുള്ള ഒരു കഞ്ചാവ് കേസ് കൊല്ലം വെസ്റ്റ് പോലീസിൽ നിലവിലുണ്ട്. ഇവരുടെ മദ്യപാനത്തിനിടയിൽ ഇതേക്കുറിച്ച് സംസാരിച്ച് വാക്കുതർക്കമുണ്ടായി. ആക്രമണത്തിന് മുതിർന്ന ഇരുവരെയും ഇവരുടെ സുഹൃത്ത് ജയകണ്ണൻ ഇടപെട്ട് പിന്തിരിപ്പിക്കുകയും ആദർശിനെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ മറ്റൊരു യുവാവുമായി പിന്നാലെ എത്തിയ സന്ദേശ് ജയകണ്ണനെ ആക്രമിക്കുകയും കാറിന്റെ ചില്ല് അടിച്ചു പൊട്ടിച്ച ശേഷം തീയിടുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ പോയ സന്ദേശിനെ ഫോൺ വീണ്ടും ഓണാക്കിയപ്പോൾ കിട്ടിയ ടവർ ലൊക്കേഷൻ പിന്തുടർന്നാണ് പിടികൂടിയത്. ഇയാളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഒളിവിൽ കഴിയുന്ന കൂട്ടുപ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സിന് ശേഷം സ്വദേശത്തും വിദേശത്തും തൊഴിൽ വാഗ്ദാനം. ഫീസ് 2.25 ലക്ഷം രൂപ. ഇങ്ങനെ മലപ്പുറം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ തൊഴിൽ നൈപുണ്യ വികസന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് 100 കണക്കിന് കുട്ടികളാണ് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. എന്നാൽ കോഴ്സ് കാലാവധി പൂർത്തിയായിട്ടും സ്ഥാപനം സർട്ടിഫിക്കറ്റ് നൽകിയില്ല. പെരിന്തൽമണ്ണയിലെ ലൂമിനസിനെതിരെ നിരവധി വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്.
മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ 1 വർഷ ഡിപ്ലോമ പൂർത്തീകരിച്ച വിദ്യാർത്ഥികളാണ് പരാതിക്കാർ. സ്വദേശത്തും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യത വാഗ്ദാനം ചെയ്യുന്ന കോഴ്സ് 2.25 ലക്ഷം രൂപ ഫീസ് അടച്ചാണ് ഇവർ പഠിച്ചത്. അവസാന പരീക്ഷ കഴിഞ്ഞ് 1 വർഷത്തോളമായിട്ടും ഫലം പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കോഴ്സ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. സ്ക്രൈബ് അക്രൈഡ്, NSDC, SDED എന്നിവരുടെ സർട്ടിഫിക്കറ്റുകൾക്ക് പുറമെ ലൂമിനസ് നൽകുന്ന കോഴ്സ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടത്. എന്നാൽ ലൂമിനസിന്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇവരുടെ തൊഴിൽ സാധ്യതകളും ഇവിടെ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇല്ല, ലഭിച്ചിട്ടില്ല. സ്റ്റേറ്റ് കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പിന്നെ NSDCയുടെ എക്സാം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ മാത്രമേ എഴുതിയിട്ടുണ്ട്. പക്ഷേ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. പിന്നെ ഒന്ന് സ്ക്രൈബ് അക്രഡിന്റെ, അതും സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. ഫീസ് വാങ്ങിയത് അവർ കറക്റ്റ് ടൈമിനെല്ലാം വാങ്ങി, എന്നാൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാനും എല്ലാത്തിനും പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ അവർ ചോദിക്കുമ്പോൾ അവർക്ക് അതിലൊരു ഉത്തരവാദിത്വമില്ല, എല്ലാം സ്ക്രൈബ് അക്രൈഡ് ആണ് എന്നാണ് പറയുന്നത്. ഇത്രയും പഠിച്ചുണ്ടാക്കിയിട്ട് ഇപ്പോൾ റിസൾട്ടും ഇല്ല, സർട്ടിഫിക്കറ്റും ഇല്ല. ഞങ്ങൾക്ക് ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴും ഞാൻ പഠിച്ച കാര്യം പറഞ്ഞു. പക്ഷേ അവർ ചോദിക്കണത് സർട്ടിഫിക്കറ്റാണ് ചോദിച്ചത്. സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കാരണം ഇപ്പോൾ അവിടെ കയറാൻ പറ്റിയില്ല. ഒന്നുകിൽ സർട്ടിഫിക്കറ്റുകളെല്ലാം വേഗത്തിൽ നൽകുക, അല്ലെങ്കിൽ ഫീസ് തിരിച്ചു നൽകുക. ഇതാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. ഇപ്പോൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് 1 വർഷം ആയതുകൊണ്ട് ഇത്രയും ടൈം ഞങ്ങളത് പോയി. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി സ്ക്രൈബിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും റീഫണ്ട് കിട്ടണം. കാരണം ഇപ്പോൾ 1 വർഷം മുന്നുള്ളതിനേക്കാൾ സ്ക്രൈബിങ്ങിൻ്റെ വാല്യൂ ഒക്കെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. AI വന്നതുകൊണ്ടൊക്കെ അതിൻ്റെ സാധ്യതകളൊക്കെ കുറഞ്ഞിരിക്കുക. അപ്പോൾ ഒന്നുകിൽ ഞങ്ങൾക്ക് എന്തായാലും റീഫണ്ട് വേണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം. സ്ക്രൈബ് അക്രൈഡുമായുള്ള പ്രശ്നമാണ് അന്തിമ പരീക്ഷാ ഫലം പുറത്തുവരുന്നത് തടസ്സമായിരിക്കുന്നത്. NSDCയുടെ കാര്യത്തിലും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് ഇത് തടസ്സമാകില്ലെന്നും കഴിവുള്ളവർക്ക് ഇതിനോടൊപ്പം തന്നെ തൊഴിൽ ലഭിച്ചിട്ടുണ്ടെന്നും ലൂമിനസ് അക്കാദമി വിശദീകരിക്കുന്നു. സ്ക്രൈബ് അക്രഡ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് പാർട്ടിയാണ്. അവര് നമ്മളോട് സഹകരിക്കുന്നില്ല, കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിനെതിരെ നമ്മൾ നിയമപരമായിട്ട് അവർക്കെതിരെ പോയിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ GST അടയ്ക്കുന്ന, കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്ന ഒരു കമ്പനിയാണ്. അവർ കുട്ടികളുടെ പേരിലുള്ള പൈസ നമ്മൾ അടച്ചിട്ടുള്ളതാണ്. അത് കുട്ടികൾക്കും അറിയാം. പരീക്ഷ അവർ നടത്തിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റുമായുള്ള ഇഷ്യൂവിന് അവർക്കെതിരെ നമ്മൾ തന്നെ നിയമപരമായിട്ട് പോയിട്ടുണ്ട്. അതും ജോലി കിട്ടുന്നതുമായിട്ട് സത്യത്തിൽ ബന്ധമില്ല. കാരണം നമ്മളാണ് കുട്ടികൾക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നത്. അതിൽ നല്ല മാർക്കുള്ള കഴിവുള്ള കുട്ടികൾക്കൊക്കെ ജോലി കിട്ടിയിട്ടുള്ളതാണ്. ജോലി കിട്ടുന്നത് അവരുടെ ഇന്റർവ്യൂവിലെ പെർഫോമൻസ് അനുസരിച്ചാണ്. നിലവിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന മൈൻഡ് പവർ യൂണിവേഴ്സിറ്റിക്ക് UGC അംഗീകാരമില്ലെന്നടക്കം നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇതും നിഷേധിക്കുന്നുണ്ട് ലൂമിനസ്. മൈൻഡ് പവർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലാണ് വിളിച്ചപ്പം അവിടുന്ന് തിരിച്ചു വിളിക്കുന്ന ഈ ഓണറാണ് നമ്മളെ തിരിച്ചു വിളിക്കുന്നത്. അവിടുന്ന് നമ്പർ എടുത്തിട്ട് ഓണർ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയും ഇതെല്ലാം ഉള്ളതാണ്, ഇതെല്ലാം ശരിയായ കാര്യമാണ്. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റിക്കാർ പറയുന്ന അവർ തമ്മിൽ എന്തോ പാർട്ണർഷിപ്പ് ഉണ്ടെന്നോ. കുട്ടികൾ പറയുന്ന ഒരു കാര്യം പോലും ശരിയല്ല. കാരണം ഇവർ തമ്മിൽ ഒരു പൊളിറ്റിക്സ്, ഇത് സ്ഥാപനത്തെ മനഃപൂർവ്വം എന്താ പറയുക മാനപ്പെടുത്താനുള്ളൊരു ഭാഗമായിട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. 100% സ്ഥാപനത്തെ മോശമാക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണ്. കാരണം ഇപ്പൊ നിലവിൽ പഠിക്കുന്ന കുട്ടികൾ UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയായ മൈൻഡ് പവർ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്ലോമ പ്രോഗ്രാമാണ് പഠിക്കുന്നത്, ഡിഗ്രി. ലൂമിനസ് അക്കാദമിക്കെതിരെ ഇതിനോടകം 8ഓളം വിദ്യാർത്ഥികൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 മലപ്പുറം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് കോങ്ങാട് ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതി അറസ്റ്റിൽ. കോങ്ങാട് പോലീസിന്റെ പിടിയിലായത് കടമ്പഴിപ്പുറം സ്വദേശി സഹീർ എന്ന 51-കാരൻ. കാഞ്ഞിരപ്പുഴയിൽ നിന്ന് സ്വകാര്യ ബസ്സിൽ മുണ്ടൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന യുവതിക്കായിരുന്നു ദുരനുഭവം. 2012 മറ്റൊരു യുവതിയുടെ പരാതിയിൽ പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിലും സഹീറിനെതിരെ സമാനമായ കേസുണ്ട്. പൂച്ചയെ കൊന്ന് കഷ്ണങ്ങളാക്കി ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ യുവാവിനെതിരെ കേസെടുത്തു. പാലക്കാട് ചെർപ്പളശ്ശേരി സ്വദേശി ഷജീറിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ വകുപ്പ് ചുമത്തിയാണ് കേസ്. സ്കൂളിൽ ഒരല്പം സ്റ്റൈലിൽ വന്നാലും ഒരു ബട്ടൺ സിട്ടില്ലേലും ഉറക്കെ ചിരിച്ചാലും ബ്രോ എന്ന് വിളിച്ചാലും ചേട്ടന്മാരുടെ തല്ല്. കേരളത്തിലെ പല സ്കൂളുകളിലെയും +1 വിദ്യാർത്ഥികൾക്ക് ആകെ കാലക്കേടാണിപ്പോൾ. റാഗിങ്ങിൻ്റെ പേരിൽ സ്കൂളുകളിൽ സംഘർഷം പതിവ്. കോട്ടയത്ത് ചേട്ട എന്ന് വിളിക്കാത്തതിനാണ് +2 വിദ്യാർത്ഥികൾ 16-കാരനെ ഹോസ്റ്റലിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത്.
കോട്ടയം കളത്തിപ്പടിയിലെ ഗിരിദീപം ബദനി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്ക് നേരെയായിരുന്നു ആക്രമണം. മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് പിന്നാലെ ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ചേട്ടന്മാരെ നിലയ്ക്ക് നിർത്തേണ്ട സമയമായിട്ടുണ്ട്. ഇതുപോലുള്ള കുറ്റവാളികൾക്കെതിരെ പോലീസ് ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.